മഴയെത്തിയതോടെ മലയാളി പനിക്കിടക്കയിലായി. ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയെയും തടയാൻ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും പര്യാപ്തമാണോ എന്നാണ് ന്യൂസ് 18 അന്വേഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഈ സീസണിൽ ഡെങ്കി രോഗലക്ഷണവുമായി 1168 പേരാണ് വിവിധ ആശുപത്രികളിലെത്തിയത്. 135 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണവുമുണ്ടായി. കഴിഞ്ഞ തവണ ആകെ റിപ്പോർട്ട് ചെയ്ത ഡെങ്കി കേസുകളേക്കാൾ കൂടുതലാണ് ഈ കണക്ക്. മലയോര മേഖലയിൽ ഇത്തവണ വ്യാപകമായി ഡെങ്കി റിപ്പോർട്ട് ചെയ്തതോടെ ആശുപത്രികൾ നിറഞ്ഞുകവിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ദൃശ്യങ്ങൾ കാണുക. ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകാണ് ഡെങ്കി ചിക്കുൻഗുനിയ രോഗങ്ങൾ പരത്തുന്നത്. ഡെങ്കിപ്പനി ബാധിച്ച രോഗിയെ കടിച്ച കൊതുക് 12 ദിവസത്തിന് ശേഷം രോഗം പടർത്താൻ ശേഷി നേടും. രോഗം പടരാതിരിക്കാൻ ഡെങ്കിപ്പനി ബാധിച്ചവരെ കൊതുകുവലയ്ക്കുള്ളിൽ മാത്രമേ കിടത്താവൂവെന്നിരിക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിതി മറിച്ചാണ്. കൊതുകുവലയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് രോഗികൾ തറയിൽ കിടക്കുന്നത്. ഡെങ്കി ബാധിതരായ രോഗിയെ കടിച്ച കൊതുകിൽ നിന്ന് മറ്റുള്ളവർക്ക് ഏതു നിമിഷവും രോഗം പടരാം. ഡെങ്കിപ്പനി ബാധിച്ച് ഗുരുതരമാം വിധം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ രോഗികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തറയിലാണ് കിടപ്പ്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഒരു രോഗിയോട് ഞങ്ങൾ സംസാരിച്ചു. സാധാരണ പനി തലവേദന എടുത്തിട്ട് ഞാൻ മിക്സൊക്കെ പറ്റിയോ പിന്നെ വൈകുന്നേരമാകുമ്പോൾ പനി ഡോക്ടറെ കാണിച്ച് അന്നൊന്നും ഞാൻ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ എത്ര ദിവസം വന്നിട്ട് 3 ദിവസമായി. ഈ വാർഡ് ബെഡൊന്നും കിട്ടിയില്ലേ? കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ഥിതി മറിച്ചല്ല. രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതോടെ ഡോക്ടർമാർക്ക് കൃത്യമായ പരിശോധന നടത്താനും കഴിയുന്നില്ല. പകർച്ചപ്പനിക്കാലത്ത് സാധാരണക്കാരൻ്റെ ഏക ആശ്രയമാണ് ഈ ആശുപത്രികൾ. പനിയെ നേരിടാൻ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങൾ ഇനിയും ശക്തമാക്കേണ്ടതുണ്ടെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. മഴയല്ല രോഗം ക്യാമ്പയിന് വേണ്ടി കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18.